ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യം മാത്രം, അതായത് 2024 ചരിത്രം ഒന്ന് നോക്കാം. നടന്ന പ്രകോപനങ്ങൾ, ആക്രമണങ്ങൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 2024 ഏപ്രിലിലേക്ക് വന്നാൽ, ഏപ്രിലിലാണ് അന്ന് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിലാണ് ബോംബ് ആക്രമണം ഉണ്ടാകുന്നത്. വലിയ ഭീതി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. അതിന്റെ രണ്ടാം ഘട്ടം അത് 2024 ജൂലൈയിലാണ് സംഭവിക്കുന്നത്. ഹമാസിന്റെ തലവനെ ഇറാനിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയായിരുന്നു. നമുക്കറിയാം മൊസാദ് എത്രത്തോളം സൂക്ഷ്മതയോടെ കൃത്യതയോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൂടെ ഒരാളുണ്ടെങ്കിൽ പോലും അവർക്ക് മുറിവേൽക്കാത്ത വിധം അവരുടെ ലക്ഷ്യം ആരാണ്, അയാളെ മാത്രം കൊലപ്പെടുത്തുന്ന നിലയിലാണ് പലപ്പോഴും പല കൊലപാതകങ്ങളും നടന്നിട്ടുള്ളത്. 2025 ജൂൺ 13 ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഇറാന് കനത്ത നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നത്തെ കണക്കാണ്. ഇറാനിൽ 19 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വ്യോമ പ്രതിരോധവും റഡാർ സംവിധാനവും ഒക്കെ തകരുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അതിനുശേഷം ഇസ്രയേലിലേക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് കനത്ത ആക്രമണം ഉണ്ടായി. അതിൽ ഇസ്രയേലിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇസ്രയേലി പൗരൻ കൊല്ലപ്പെട്ടു, 35 പേർക്ക് പരിക്കേറ്റു, 2 വ്യോമത്താവളങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയെന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ. അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് നിലവിൽ ഇസ്രയേലിനെ പരോക്ഷമായോ പ്രത്യക്ഷമായോ കാനഡയും ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയാണ്. ഇറാനെ പിന്തുണച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ സിറിയ മാത്രമായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇസ്രയേലിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ മൊസാദ് എത്രത്തോളം ഇറാനിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വല എത്രത്തോളം വലുതാണ് എന്ന് കൃത്യമാക്കാൻ ഈ മിലിറ്ററി റാങ്കിങ്ങിലും അല്ലെങ്കിൽ സിവിലിയൻ റാങ്കിങ്ങിലും ഒക്കെ ഏറ്റവും ഹൈ പൊസിഷനിലുള്ള ആളുകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവരെയാണ് അസാസിനേറ്റ് ചെയ്യുന്നത്. അപ്പം എവിടെയാണോ പ്രഹരം ഏൽപ്പിക്കേണ്ടത് കൃത്യമായി അവിടെ തന്നെയാണ് പ്രഹരം ഏൽക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്നലെ മിനിങ്ങാന്നുമായി ഇറാനിലുണ്ടായ ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് തന്നെയാണ് ഇസ്രായേൽ ഡ്രോണുകൾ പറന്നു പൊങ്ങിയതെന്നാണ്. അപ്പോൾ ഇറാനിൽ തന്നെ ഡ്രോണുകൾക്കോ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ കടത്തി എത്തിക്കാനോ അത് സുരക്ഷിതമായി സൂക്ഷിക്കാനും അവിടെ നിന്ന് ഇറാന്റെ സൈനിക ശക്തിക്കെതിരെ ആക്രമണം നടത്താനുള്ള ശേഷി ഉണ്ടെങ്കിൽ അത് ഇറാനിൽ നിന്ന് ഇസ്രായേലിന് കാര്യമായ പിന്തുണ, മൊസാദിന്റെ ഒരു വല ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനകത്ത് തന്നെ വലിയ ഭിന്നസ്വരങ്ങളുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നു എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നതാണ്. ഇറാനിലെ ജനങ്ങൾക്ക് അവിടുത്തെ ഈ ഭരണകൂടത്തിനെതിരെ പോരാടാനും അവർക്ക് സ്വാതന്ത്ര്യം നേടാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നാണ് പറയുന്നത്.